ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തവനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ്കറിയകൾ അവർ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പം അതൊന്നും CM പറഞ്ഞതിൽ ഒരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CMന് കൊടുത്ത കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ CMനിൽ ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോകട്ടെ എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CMന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പം ആകത്തുക അല്ല, ഈ ആകത്തുക ഇപ്പം അത് ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരെ സ്റ്റേറ്റ്മെൻറ്റാ? CM എന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരെ സ്റ്റേറ്റ്മെൻറ്റാ? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മഹേഷേ? നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്.